ദിസ് ഇസ് എ കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ സോളോ ഡേറ്റ്. ഇപ്പൊ എല്ലായിടത്തും ഡിപ്രഷൻ, ലോൺലിനെസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ. അതൊക്കെ ഫസ്റ്റ് കേൾക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് എന്തായി പറയണേ, എന്താ ഏതാന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജസ് എത്തുമ്പോഴാണ് നമ്മൾ കേട്ടത് പലതും നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആവുകയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ലോൺലിനെസ്സും പിന്നെ എന്താ സെൽഫ് റെസ്പെക്ട് ഒക്കെ പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാനും ഈ സോളോ ഡേറ്റിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ പഠിച്ചത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത്. ആ ഒരു പോയിന്റ് തൊട്ട് എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. എല്ലാവരും ഈ ഒറ്റയ്ക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വൈ നോട്ട് മീ എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സോളോ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫുഡെങ്കിലും കഴിക്കാൻ പോവാമെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാണ് ഇത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി കെട്ടിട്ട് ഇരുത്തി പ്രത്യേകിച്ച് ഒന്നുമില്ല. നോർമൽ മോയ്സ്ചറൈസർ, സൺക്രീം, പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു, ലിപ് ബാം ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, വാലിട്ട് കണ്ണെഴുതി, പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കുർത്ത, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ബാഗി ജീൻസ്, പിന്നെ രണ്ടിലെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അതിന്റെ കൂടെ ഞാൻ ഹിന്ദിക്കാരൻ്റെ നിന്ന് മേടി സിൽവർ ഇയറിംഗ്സ് ഇത്ര ഇട്ടിട്ടാണ് ഞങ്ങളത് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ സോളോ ഡേറ്റിന് പോയത് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായി എന്നൊക്കെ ഉള്ള വിശേഷം ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി കണ്ടു നോക്കണേ. അപ്പോൾ എത്രയുള്ളൂ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.